ഹായ് 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 ഏക്കെയാണ്. എന്തൊക്കെയാണ് വിശേഷം? ഒരു അടിപൊളി കഥ കേട്ടാലോ? നിങ്ങൾക്ക് ഇഷ്ടമല്ലേ കഥ കേൾക്കാൻ? നോക്കൂ, 9ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്ററാണ് പ്രകാശത്തിന്റെ അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ഈ ചാപ്റ്റർ ഒരൊറ്റ കഥ കേട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാകാൻ പോവും. അതാണ് ഈ കഥ. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടാലേ നിങ്ങൾ ഉറപ്പായിട്ടും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണേ. സോ അവരും കഥയൊക്കെ ആയിട്ട് പഠിക്കട്ടെ. നല്ല രസമല്ലേ? പിന്നെ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. നാളെ കൃത്യം 7 മണിക്ക് ഞാൻ ലൈവിൽ വരുന്നുണ്ട്. സെയിം ചാപ്റ്റർ ആണ്, 1 ഷോട്ട് സീരീസ് ആണ്. അടിപൊളിയായിട്ട് പഠിക്കണം. സെറ്റ് ആണല്ലോ? സോ നമുക്ക് എന്ത് ചെയ്യാം, കഥയിലേക്ക് കിടക്കാം. ഈ കഥ നമ്മുടെ ടാർസന്റെ കഥയാണ്. ഇങ്ങനെ പറയാം, പണ്ട് 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 അമേരിക്കയിലുള്ള വലിയ ഒരു കൊടുങ്കാട്. ഈ കാട്ടിൽ ഒരുപാട് വന്യജീവികളുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ദിവസം ടാർസൻ കൊച്ചുകുട്ടിயான സമയത്ത്, അതായത് ടാർസൻ ഇങ്ങനെ ഒക്കത്തെടുത്താണ് അമ്മ കൊണ്ടു നടക്കുക അല്ലെ, കൊച്ചുകുട്ടികളെ. അങ്ങനെ ടാർസനും ടാർസന്റെ അച്ഛനും അമ്മയും കൂടി ഒരു പ്രത്യേക സിറ്റുവേഷനിൽ ഈ കാടിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ നടന്നു പോയിരുന്നു. കുറേ മുമ്പാണ് കേട്ടോ. അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് ടാർസന്റെ അച്ഛനും അമ്മേനെയും വലിയൊരു കടുവ ആക്രമിച്ചു. കടുവ ആക്രമിച്ചപ്പോൾ നമ്മളെന്താ ചെയ്യുക? നമ്മൾ ഓടും. സോ ടാർസന്റെ അച്ഛനും അമ്മയും ഓടുകയാണ്. ഓടി പക്ഷെ ഒരു രക്ഷയില്ല, കടുവരെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ടാർസന്റെ അച്ഛൻ എന്ത് ചെയ്യുന്നു അറിയാമോ? ഈ ടാർസൻ കൊച്ചുകുട്ടിയല്ലേ, തൻ്റെ മകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ടാർസനെ ഒരു മരത്തിന്റെ പൊത്തിൽ ഒളിപ്പിച്ചു. അങ്ങനെ ഒളിപ്പിച്ചതിന് ശേഷം ഇവർ രണ്ടാളും ഓടിയെങ്കിലും ഇവരുടെ രണ്ടുപേരെയും കടുവ വെറുതെ വിട്ടില്ല. അച്ഛനെയും അമ്മേനെയും കടുവ കൊന്നു കേട്ടോ. പാവ ടാർസൻ ഒറ്റയ്ക്കായില്ലേ. ടാർസന് കുറച്ച് സമയം കഴിഞ്ഞപ്പം വിശക്കാൻ തുടങ്ങി. കൊച്ചുകുട്ടിയല്ലേ, നടക്കാൻ പോലും വയ്യല്ലോ. അങ്ങനെ ടാർസൻ ഉറക്കെ ഇങ്ങനെ കരയാണ്. അങ്ങനെ ടാർസൻ ഇങ്ങനെ ഉറക്കെ കരഞ്ഞ കേട്ടിട്ട് നമ്മുടെ കാടിനുള്ളിൽ നിന്നും കുറേ ഗോറില്ലകൾ, മനുഷ്യക്കുരങ്ങന്മാർ പുറത്തേക്ക് വന്നു. അങ്ങനെ പുറത്തേക്ക് വന്ന ഈ മനുഷ്യക്കുരങ്ങന്മാരെ ടാർസൻ എന്ത് ചെയ്തു? എടുത്തു കൊണ്ടുപോയി. അതിൽ ടാർസനെ നല്ല എന്താ പറയുക, സ്നേഹത്തോടു കൂടി ഒരു അമ്മ എന്ന് തന്നെ പറയാം അല്ലേ. ടാർസന്റെ അമ്മയാണ് ഈ കാണുന്നത്, ഗോറില്ലയാണ് കേട്ടോ. സോ അവര് ടാർസനെ എടുത്ത് വളർത്തി. അങ്ങനെ ടാർസൻ ആ കാട്ടിൽ ഇങ്ങനെ ജീവിച്ചു. നല്ല സുന്ദര കുട്ടപ്പനെ വളർന്നു വലുതായി. ഇന്ന് ടാർസൻ അത്യാവശ്യം വലിപ്പൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് നടന്ന കഥയാട്ടോ. ടാർസന്റെ പേര് സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ആ സിനിമയാണ് നമ്മൾ പറയാൻ പോകുന്നത് വിചാരിച്ചോളൂ നിങ്ങൾ. അങ്ങനെ ടാർസന് കുറേ കമ്പനിക്കാരൊക്കെ ആയി. സോ ഈ കമ്പനിക്കാരെ കൂടെ ടാർസൻ ഇങ്ങനെ അടിപൊളിയായിട്ട് ലൈഫ് ഇങ്ങനെ എൻജോയ് ചെയ്ത് വരികയാണ്. സോ ടാർസൻ നല്ല കുട്ടിയായി വളർന്നു വലുതായി, ജന്തുക്കളുടെ ഭാഷ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ടാർസൻ ഇന്ന് വളരെ വലിയ ഒരു മനുഷ്യനായിട്ട് മാറി. ഇന്ന് ആരോഗ്യ ദൃഢഗാത്രനായ ഒരു അടിപൊളി ചെറുപ്പക്കാരനാണ് ആര്? നമ്മുടെ ടാർസൻ. ഇത്രയും ഓക്കെയാണോ? ഇതാണ് നമ്മുടെ കഥയുടെ ബേസ് എന്ന് പറഞ്ഞാൽ കേട്ടോ. ഇനി നമ്മൾ ഇന്ന് നടക്കുന്ന കാര്യമാണ് പറയാൻ പോകുന്നത്. ടാർസൻ ഇന്ന് കാട്ടിലെ രാജാവാണ്. രാജാവ് എന്ന് പറഞ്ഞാൽ കാട്ടിലുള്ള എല്ലാ പ്രശ്നങ്ങളും ജന്തുക്കളൊന്ന് ടാർസനോട് പറയും. ടാർസ ഇന്നൊരു പ്രശ്നം എന്ന് പറയുമ്പോൾ ടാർസൻ നല്ല മനുഷ്യനായതുകൊണ്ട് നല്ല ബുദ്ധിയുണ്ട്, നല്ല ആരോഗ്യമുണ്ട്. അതേപോലെ തന്നെ കാട്ടിലെ ജന്തുക്കളുടെ ഭാഷയും അറിയാം. അതുകൊണ്ട് തന്നെ എല്ലാ പ്രശ്നങ്ങൾക്കും തീർപ്പ് കൽപ്പിക്കുക ആരാണ്? ടാർസനാണ്. സോ ടാർസൻ ബിക്കം എ കിങ്. ഓക്കെ, സോ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ടാർസന് തൻ്റെ അതിർത്തി, അതായത് കാടിൻ്റെ ചുറ്റും കാട്ടിൽ എന്തൊക്കെ നടക്കുന്നതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കുറേ കുരങ്ങന്മാരൊക്കെ കമ്പനി ആയിട്ടുണ്ട് കേട്ടോ. സോ ഇവരാണ് കാടിൻ്റെ അതിർത്തിയൊക്കെ നോക്കുക. ആരെങ്കിലും കാട്ടിലേക്ക് വരുന്നോ എന്നൊക്കെ ഇവർ നോക്കും. ഇനി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഈ ഒരു ടാർസനെ അറിയാൻ ഞാൻ ഒരു മനുഷ്യനാണ്. പക്ഷെ ടാർസന് മനുഷ്യന്മാരെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അതെന്തായിരിക്കും? നോക്കൂ, ടാർസൻ കാട്ടിലേക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സിറ്റുവേഷൻ തന്നെ കുറേ മനുഷ്യന്മാരെ കാട്ടിലേക്ക് വരുന്നു, ജന്തുക്കളെ ആക്രമിക്കുന്നു, കാട്ടിലെ മരങ്ങൾ മുറിച്ചു കൊണ്ടുപോകുന്നു. അങ്ങനെ കുറേ അവസ്ഥകളുള്ളതുകൊണ്ട് ടാർസന് മനുഷ്യന്മാരെ വലിയ ഇഷ്ടമല്ല. പക്ഷെ ടാർസന് അറിയാം ഞാൻ മനുഷ്യനാണെന്നൊക്കെ അറിയാം കേട്ടോ. പക്ഷെ മനുഷ്യന്മാരെ ടാർസനെ കണ്ടെടുത്താൽ കണ്ടുകൂടാം. അങ്ങനെ ഒരു ദിവസം ഒരു കുരങ്ങൻ വന്ന് പറഞ്ഞു, ടാർസ, കാട്ടിൻ്റെ ഉള്ളിലേക്ക് ഒരു അച്ഛനും മകളും തോന്നുന്നു. ഇവിടെ രണ്ടുപേര് വന്നിട്ടുണ്ട്. ഇവര് എന്തൊക്കെയോ ഈ പച്ചില മരുന്നൊക്കെ അല്ലേ, ഇതൊക്കെ പറിച്ച് എന്തൊക്കെയോ കുത്തിപ്പിഴിഞ്ഞൊക്കെ നോക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇവര് സയന്റിസ്റ്റുകളാണ്, ഡോക്ടേഴ്സ് ആണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയും. അപ്പൊ ടാർസൻ പറഞ്ഞു, പാവങ്ങളായിരിക്കും അല്ലേ, അവരിങ്ങനെ എന്തോ മരുന്നൊക്കെ കണ്ടുപിടിക്കുന്ന ആൾക്കാരായിരിക്കും, അവരവിടെ നിന്നോട്ടെ, ഒരു ടെന്റൊക്കെ അടിച്ച് അവർ താമസിക്കാൻ അവിടെ. എന്നാലും അവരെ ഒന്ന് ഒബ്സർവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒബ്സർവ് ചെയ്യാനല്ല, ഒന്ന് നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ടാർസൻ. ഓക്കെ, സോ അങ്ങനെ ഈ കുരങ്ങൻ കൃത്യമായി ഒബ്സർവ് ചെയ്യും. ഇനിയാണ് നമ്മൾ മറ്റൊരു കാര്യം പറയാൻ പോകുന്നത്. നമ്മുടെ ക്യാമറ ഇങ്ങനെ ആ അച്ഛൻ്റെയും മകളെയും പിറകെ പോവാണേ. ഇവര് രാവിലെ എഴുന്നേറ്റു, അച്ഛനും മോളും
ഇവർ എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്തോ പച്ചില പറിക്കാനൊക്കെ പോവാണ്. പെട്ടെന്നാണ് ഇവരെ വേറൊരു കടുവ ആക്രമിക്കുന്നത്. മക്കളെ, കടുവ ആക്രമിച്ചാൽ നമ്മൾ എന്താ ചെയ്യാം? നമ്മൾ ഓടും, സംശയമൊന്നുമില്ലല്ലോ. സോ ഓടുകയാണ്. സോ അച്ഛനും മോളും ഓടടാ ഓട്ടം. അങ്ങനെ ഓടി 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 ഒരു പ്രത്യേക സ്ഥലത്ത് എത്തിയ സമയത്ത് അച്ഛൻ ഈലയോടി, മോൾ ഈലയോടി. കടുവ കൺഫ്യൂഷനായി പോയി. കടുവ നോക്കുന്ന സമയത്ത് അച്ഛനീല ഓടുന്നു, മോളിയിൽ ഓടുന്നു. നിങ്ങൾ പറയൂ, കടുവ ആരുടെ പിറകെ ഓടാൻ ചാൻസ് ഉള്ളത്? കടുവയ്ക്ക് ബുദ്ധിയുണ്ട്. കടുവ അച്ഛന്റെ പിറകെ ഓടുകയാണ് സുഹൃത്തുക്കളെ. അച്ഛന്റെ പുറകെ ഓടുന്നു. സോ അച്ഛനും കടുവയും കൂടി ഈ സൈഡിൽ ഓടുന്ന സമയത്ത് ഈ പെൺകുട്ടി ഇതിനെ ഓടുന്നത്. പക്ഷേ പെൺകുട്ടിക്ക് ഒരു സ്വഭാവം ഉണ്ടല്ലോ. എന്ത്? ഇവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇവർ ഓടണ ഓട്ടായിരിക്കും. ജീവൻ കൈ പിടിച്ച് ഓടുകയാണ്. അങ്ങനെ ഓടുകയാണ് മക്കളെ. ഓടി 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 ഇവിടെ നിലത്ത് വീഴുന്നുണ്ട്. കാലൊക്കെ മുറിഞ്ഞു, ആകെ വയ്യ. അങ്ങനെ മൊത്തം പ്രശ്നമാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവള് തിരിഞ്ഞു നോക്കുന്നില്ല. കാരണം ജീവൻ കൈപിടിച്ച് ഓടുകയല്ലേ, കാലൊക്കെ മുറിഞ്ഞു, ബോധം പോകാനൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഇവള് നോക്കുന്ന സമയത്ത് ദൂരെ ഒരു പുഴക്കര കണ്ടോ. ഈ പുഴക്കരയിലാണ് ഇപ്പോൾ അവൾ എത്തിയത്. അവിടെ ആര് നിൽക്കുന്നുണ്ട്? നമ്മുടെ ടാർസൻ. പെൺകുട്ടിക്ക് ഒരു സ്വഭാവമുണ്ട്. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളെ ആരെങ്കിലും രക്ഷിക്കാനുണ്ടെങ്കിൽ ഇവരെന്താ ചെയ്യാ? ഇവളോടി പോയിട്ട് ടാർസൻ ഹെൽപ്പ് മീ എന്ന് പറഞ്ഞ് ടാർസനെ കൊണ്ട് കെട്ടിപ്പിടിച്ചിട്ട് ഇവൻ രണ്ടും കൂടി വീട് ഊരിട്ട് തലകുത്തി മറിഞ്ഞ് അങ്ങനെ പോയി. അങ്ങനെ കിടക്കുക. ലാസ്റ്റ് ടാർസൻ അന്തം വിട്ട് എന്താ സംഭവം എന്ന് അറിയണ്ടേ? ഇവള് പറയുന്നുണ്ട് ഹെൽപ്പ് മീ പറയുന്നുണ്ട്. ഇവൻ ഇംഗ്ലീഷ് അറിയോ? ഇല്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലായി. എന്ത്? എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി കേട്ടോ. അങ്ങനെ ടാർസൻ എന്ത് ചെയ്തു? ഇങ്ങനെയൊക്കെ എന്തൊക്കെ പറഞ്ഞ് സഹായിക്കാനോ അല്ലെങ്കിൽ ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പെൺകുട്ടിക്ക് വേറെ സ്വഭാവമുണ്ട്. ആരെയും നമ്മളെ രക്ഷിക്കാൻ വന്ന അപ്പം അവര് ബോധം കിട്ടും. ഈ പെണ്ണ് ബോധം കിട്ടും. ഇവിടെ ഒറ്റ പകല അവിടെയാണ്. ആര് കുടുങ്ങി? ടാർസൻ കുടുങ്ങിയില്ലേ? ഇരട്ടിച്ചു പോകാൻ പറ്റുമോ? പറ്റൂല. അങ്ങനെ ടാർസൻ എന്ത് ചെയ്തു? ഇരയെടുത്ത് തോളത്തിട്ട് നേരെ ഗുഹയിലേക്ക് പോവാണ്. ഗുഹയിലേക്ക് പോണ വഴിക്ക് നാട്ടുകാർ മൊത്തം കാട്ടിലുള്ള ആൾക്കാർ മൊത്തം ചോദിക്കണ്ട, അല്ല ടാർസ ആരാണിത്? അപ്പോ പിന്നെ ടാർസന് പറയാൻ പറ്റുമോ? ആരാന്ന് അറിയില്ല. അപ്പൊ ടാർസൻ പറഞ്ഞു ഈനെ വീണിട്ടിയാണെന്ന്. വീണിട്ടിയാണല്ലോ അല്ലേ? സോ അങ്ങനെ ഇവര് ടാർസൻ നേരെ എങ്ങോട്ടേക്ക് പോയി? കാട്ടിലേക്ക് പോയി. അങ്ങനെ കാട്ടിൽ ഇങ്ങനെ എത്തി. കാട്ടിൻ്റെ ഉള്ളിലാണ് ടാർസന്റെ ഗുഹയുള്ളത്. സോ ടാർസന്റെ ഗുഹേനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഗുഹയാണ്. അവിടെ കൊണ്ട് ഇവിടെ കിടത്തി വെക്കാനൊരു ബോധവുമില്ല. കാട് മൊത്തം ഈ വാർത്ത പറഞ്ഞു. എന്താ വാർത്ത? ടാർസനെ കാണാൻ ഏതോ കുടുംബക്കാർ വന്നെന്നാണ് ഇപ്പൊ കാട്ടിലെ മൊത്തം വാർത്ത. സോ ടാർസന്റെ സുഹൃത്തുക്കളാണ് എല്ലാ കാട്ടിലെ എല്ലാ ജീവികളും. ഇവരെല്ലാവരും ഈ കുടുംബക്കാരിനെ കാണാൻ വേണ്ടി വന്നു എന്ന്. അങ്ങനെ ഇവളിങ്ങനെ കിടക്കുകയാണ്. ഇവളിങ്ങനെ കിടക്കുന്ന സമയത്ത് ഇവിടെ ചുറ്റും ആരൊക്കെ? കുറെ കുരങ്ങന്മാർ ഇവിടെ, കുറെ ജിറാഫുകൾ ഇവിടെ, കുറെ സിംഹങ്ങൾ ഇവിടെ. ഇവള് കണ്ണൂർ നോക്കുമ്പോൾ ആകെ മൊത്തം ജീവികളാ. വന്ന ബോധം പിന്നെയും പോയി പോകൂലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിങ്ങൾ പെട്ടെന്നൊരു എവിടെയൊന്ന് പെട്ടുപോയി. നിങ്ങൾ കണ്ണൂർ നോക്കുമ്പോൾ ചുറ്റും കുറെ ജന്തുക്കൾ നിൽക്കുകയാണ്. അല്ലാ അല്ലേ? ഉള്ള ബോധം പോയിപ്പോ. ലാസ്റ്റ് എന്ത് സംഭവിച്ചു? ടാർസൻ കുടുങ്ങി. ടാർസൻ പറഞ്ഞു നിങ്ങളൊക്കെ ഒന്ന് മാറിക്കി. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ നോക്കേണ്ട ഉത്തരവാദിത്തം ആരെ തലയിലായി? ടാർസന്റെ തലയിലായി. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഇവക്കാണെങ്കിൽ ബോധം വരുന്നില്ല. ടാർസൻ കുറെ വിളിച്ചൊക്കെ നോക്കി. അവസാനമുള്ള ബോധമൊക്കെ വന്ന് ഇവർക്ക് വെള്ളമൊക്കെ കൊടുത്ത് ഭക്ഷണമൊക്കെ കൊടുത്തു, മരുന്നൊക്കെ വെച്ച് കെട്ടി. രണ്ടാൾക്കും കൊണ്ട് സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. പക്ഷെ അവർക്ക് നടക്കാനും വയ്യ. കാലൊക്കെ ആകെ മുറിഞ്ഞു, ചതവൊക്കെ ഉണ്ട്. അപ്പൊ നടക്കാനൊന്നും വയ്യ. അതിലെ ടാർസൻ ഇവിടെ കൃത്യമായിട്ട് നോക്കേണ്ട ഉത്തരവാദിത്തം ടാർസന്റെ തലയിലായി. ചുരുക്കി പറഞ്ഞാൽ ഒരു 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു. കുറേശ്ശെ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ പഠിച്ചു കേട്ടോ. അങ്ങനെ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ ആയപ്പോൾ ഇവള് നടക്കാനൊക്കെ ആയപ്പോൾ ഇവർ തമ്മിൽ നല്ല സ്നേഹബന്ധത്തിലായി. അങ്ങനെയാണല്ലോ സിനിമയാകുമ്പോൾ, കഥയാകുമ്പോൾ അങ്ങനെയാണ്. സോ ടാർസന്റെ തോളിൽ കൈയിട്ടിട്ട് ഇവളിങ്ങനെ നടക്കാനൊക്കെ ആയി. അങ്ങനെ നടന്ന് ഇവരിങ്ങനെ മുന്നോട്ടേക്ക് പോവാണ്. അപ്പോഴാണ് ഇവളിങ്ങനെ ആലോചിച്ചത്, ഇവള് അമേരിക്കയിൽ ജനിച്ചു വളർന്ന കുട്ടിയാണല്ലോ. സോ എല്ലാ ദിവസവും അല്ലെങ്കിൽ മിക്കവാറും ദിവസവും ചിക്കനും മട്ടനും ഫിഷും അങ്ങനെ എല്ലാ സാധനവും കഴിച്ചു വളർന്ന കുട്ടിയല്ലേ. ഇവക്കാണ് ടാർസൻ എന്നും എന്താ കൊണ്ട കൊടുക്കുക അറിയോ? ഓറഞ്ച്, ആപ്പിള്, മുന്തിരി, ചക്ക, മാങ്ങ, തേങ്ങ ഇതൊക്കെ കൊണ്ട കൊടുക്കുക. ഇവളാകെ ഇതൊക്കെ തിന്ന് ആകെ മടുത്ത് വീണ്. അങ്ങനെ ഇവള് ഒരു ദിവസം നിൽക്കുന്ന സമയത്താണ് ഇവള് കണ്ടത് ഗുഹേന്റെ സൈഡിൽ കൂടെ നല്ല കൊഴുത്ത മാൻ്റെ കുട്ടികൾ ഇങ്ങനെ പോകുന്നുണ്ട്. എൻ്റെ മക്കളെ, എന്താണ് മാനെന്ന് പറഞ്ഞാൽ ഒരു 1.5 സൈസ് ഉണ്ടാവും മാനെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഓള് മെല്ലെ ടാർസനോട് പറഞ്ഞു, ടാർസെട്ടാ
എനിക്കൊരു മാനിനെ പിടിച്ച് ഗ്രില്ല് ചെയ്ത് തരുമെന്ന് ചോദിച്ചാ. ആഹാ, ടാർസൻ പറഞ്ഞു നോനോ, അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇല്ല, ആ ജന്തുക്കളൊക്കെ ഉത്തരവാദിത്തം ടാർസനുള്ളതാണ് അല്ലേ. അപ്പൊ ടാർസൻ പറഞ്ഞു അത് പറ്റില്ല എന്ന് പറഞ്ഞു. പെൺകുട്ടിയൊക്കെ ഒരു സ്വഭാവമുണ്ട്, ഇവർക്കൊരു സാധനം പറഞ്ഞ് കിട്ടിയില്ല ബല അപ്പൊ പടങ്ങുന്നു, വെളുതെറ്റി വിളങ്ങും നടന്നോട്ട്. പാവം ടാർസ അയ്യോ മോളെ എന്ന് പറഞ്ഞിട്ട് മയ്യപ്പോലെ പാവം ഉണ്ടാവൂലേ. സോ അങ്ങനെ പോയിട്ട് ടാർസൻ ഇങ്ങനെ അങ്ങനെയൊന്നും പറയല്ലേ, നമ്മളെ ആൾക്കാരല്ലേ എന്ന് പറഞ്ഞ് സോപ്പ് ഇടാനൊക്കെ നോക്കിട്ടോ. അങ്ങനെ ഇവർ രണ്ടുപേരും നടന്ന് എവിടെ എത്തി? ഒരു പുഴേൻ്റെ സൈഡിലെത്തി കേട്ടോ. സോ പുഴേൻ്റെ സൈഡിൽ നോക്കിയ സമയത്താണ് പെട്ടെന്ന് ഇവർ കാണുന്നത് പുഴയിൽ നിറച്ചും മീനുകളുണ്ട്, ഇഷ്ടം പോലെ മീനുകളുണ്ട്. അപ്പോൾ ഓള് പറഞ്ഞു, ടാർസേട്ടാ നിങ്ങൾ മാന്യോ പിടിച്ചു തരൂല, ഒരു മീനെങ്കിലും പിടിച്ചു തരുമെന്ന് ചോദിച്ചു. സ്വാഭാവികമായിട്ടും ടാർസൻ എന്ത് ചെയ്യേണ്ടി വരും? മീനെ പിടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ടാർസൻ ഇതാ കയ്യിലൊരു വലിയ കൊമ്പൊക്കെ കണ്ടില്ലേ, സോ ആ കമ്പ് ഉപയോഗപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യുന്നു അറിയാവോ, ഇതേപോലെ ഇങ്ങനെ ഒറ്റ ഏറ് മീനിനെ കിട്ടുന്നു. നല്ല രസമല്ലേ. സോ ടാർസൻ നേരെ പോകുന്നു, ഈ കമ്പ് എടുക്കുന്നു, കറക്റ്റായിട്ട് കുത്തുന്നു, എടുക്കുന്നു, മീൻ. ആഹാ, ഇവിടെ ആകെ വണ്ടറായിപ്പോയി. അടിപൊളി സംഭവം ഉള്ളത് അല്ലേ. സോ അപ്പോൾ ഓള് പറഞ്ഞു, ടാർസറ്റ ഒന്നുകൂടി പിടിക്കുമെന്ന് വെച്ചു. ടാർസൻ ഭയങ്കര സെറ്റപ്പായി മൂപ്പുന്നത്, ഒന്നുകൂടി കുത്തുന്നു, എടുക്കുന്നു, മീൻ. ആഹാ, ഇവിടെ ആകെ യോ, പെൺകുട്ടിക്ക് ഒരു സ്വഭാവം ഉണ്ട്, എന്താ അറിയോ, ആരേലും എന്തേലും ചെയ്താൽ ബെൽക്കും അത് ചെയ്യണം. അപ്പോൾ ഓള് പറഞ്ഞു, ടാർസേട്ടാ ഇനി ഞാൻ മീനിനെ പിടിക്കട്ടെ, കൊമ്പ് എനിക്ക് തരാമെന്ന് വെച്ചിട്ട് ഓള് കൊമ്പ് വാങ്ങിയിട്ട് ഇവള് പോയിട്ട് കുത്തുന്നു, എടുക്കുന്നു, മീൻ ഇല്ല, ചമ്മിപ്പോയി. അപ്പോൾ ടാർസൻ പറഞ്ഞു, നോ പ്രോബ്സ്, എന്താണ് ആദ്യത്തെ ട്രൈ അല്ലേ, ഫസ്റ്റ് ട്രൈ അല്ലേ, കിട്ടാൻ ചാൻസ് ഇല്ല, ഇനി ഒന്നുകൂടി നന്നായിട്ട് നോക്കിയിട്ട് കുത്തിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഓള് കറക്റ്റ് എതിര് നോക്കിയിട്ട് കുത്തുന്നു, എടുക്കുന്നു, ഇപ്പോഴും മീനില്ല. ഇത് കണ്ടപ്പോൾ ടാർസൻ അറിയാതെ എന്നൊന്ന് ചിരിച്ചു പോയി. മക്കളെ കുടുങ്ങി. പെൺകുട്ടിയൊക്കെ ഒരു സ്വഭാവമുണ്ട്, എന്താ അറിയോ, ആരെങ്കിലും ബല കളിയാക്കിയാ തീർന്നു മക്കളെ, തീർന്നു അല്ലേ. ഇവക്ക് വാശിയായി, ഇവള് മീനെ കണ്ട് കറക്റ്റ് ചെയ്ത് നോക്കിയിട്ട് കുത്തുന്നു, എടുക്കുന്നു, അപ്പൊ മീന് കിട്ടിയില്ല. അപ്പൊ ടാർസൻ അറിയാതെ ഇങ്ങനെ ചിരിച്ചടാ. പെൺകുട്ടിയൊക്കെ ഒരു സ്വഭാവമുണ്ട്, ആരെങ്കിലും കളിയാക്കിയാലുണ്ടല്ലോ ഇവർക്ക് വാശിങ്ങോട്ട് കൂടിയൊരു രക്ഷ ഉണ്ടാവൂലേ. പിന്നെ അവിടെ നിന്ന് ചെയ്തറിയോ, ഈ കൊമ്പുകൾ എടുത്തിട്ട് ആ പുഴ മൊത്തം നിറഞ്ഞ് കുത്തലായിരുന്നു സുഹൃത്തുക്കളെ, കുത്തൽ. ഒറ്റ മീനെ പോലും കിട്ടിയില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ കഥ കുറച്ചൊക്കെ മനസ്സിലായിട്ടോ. പെൺകുട്ടിക്ക് എന്നോട് ദേഷ്യം തോന്നരുത്, ഇതൊരു രസമായിട്ട് പറഞ്ഞ കഥയാണ്, ഇത് നടന്ന കഥയാണെന്ന് മനസ്സിലായോ. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ടാർസൻ എന്തുകൊണ്ടാണ് മീനെ കിട്ടിയത്? ടാർസന് കുത്തുമ്പോഴത്തേക്ക് മീനെ കിട്ടി, പക്ഷെ ഇവള് കുറെ കുത്തിരി എന്ത് കിട്ടിയില്ല, മീനെ കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും? അപ്പൊ ഞാനിങ്ങനെ പറയാറുണ്ട്, നമ്മുടെ ലോകത്തിലെ ആദ്യത്തെ ഫിസിക്സ് പഠിച്ച ആൾ ആരാണ്? ടാർസനാണ്. അദ്ദേഹം പഠിച്ച ഫിസിക്സ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മൊത്തം പഠിക്കാൻ പോകുന്നത്, അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ. സോ നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? ഈ ചാപ്റ്റർ നിങ്ങൾ മുഴുവനും പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ചാപ്റ്ററിന്റെ ആദ്യഘട്ടം നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ടാർസന്റെ മീനിനെ കിട്ടിയത്, എന്തുകൊണ്ടാണ് ടാർസന്റെ കൂടെ ഉണ്ടായിരുന്ന ജെയിൻ എന്നാണ് ടാർസന്റെ വൈഫിന്റെ പേര്, അവർക്ക് മീനിനെ കിട്ടാവുന്നതെന്ന് അറിയാവോ. സോ നമുക്കൊന്ന് ജസ്റ്റ് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് പ്രകാശത്തിന്റെ അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ. ഒന്ന് വായിച്ചു നോക്കേ. വെൻ എ റേ ഓഫ് ലൈറ്റ് എൻറ്റേഴ്സ് ഒബ്ലിക്ലി ഫ്രം വൺ ട്രാൻസ്പാരന്റ് മീഡിയം ടു അനദർ, വാട്ട് ഹാപ്പൻ? എന്താ സംഭവിക്കുക? ഇറ്റ് undergoes a deviation at the surface of separation അല്ലേ, at the mediums. ക്ലിയർ ആണല്ലോ. അതായത് ഒരു സുതാര്യ മാധ്യമത്തിൽ നിന്നും പ്രകാശ സാന്ദ്രതയിൽ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചെരിഞ്ഞു പതിക്കുമ്പോൾ അവയുടെ വിഭജന തലത്തിൽ വെച്ച് അതിന്റെ പാതയ്ക്കൊരു വ്യത്യാസം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ നമ്മൾ നോക്കുന്ന സ്ഥലത്തല്ല ആരെ കാണുക, മീനെ കാണുക അല്ലേ. ഈ ചാപ്റ്റർ നിങ്ങൾ കൃത്യമായിട്ട് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോവുക. സോ ഇത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തു പഠിക്കാൻ പറ്റും? ഈ ചാപ്റ്റർ മൊത്തത്തിൽ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. സോ കഥ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. അവസാനം ഞാൻ ചോദിച്ച ചോദ്യമല്ലേ, എന്തുകൊണ്ടാണ് ടാർസന് മീനെ കിട്ടിയത്, എന്തുകൊണ്ടാണ് ജെയിന് അല്ലെങ്കിൽ ആ കുട്ടിക്ക്, ആ പെൺകുട്ടിക്ക് മീനെ കിട്ടാഞ്ഞത് എന്നതിന്റെ കമന്റ് നിങ്ങൾ മസ്റ്റ് ആയിട്ടും താഴെ ചെയ്യണം. ക്ലിയർ ആണല്ലോ. സോ നാളെ നമ്മുടെ ലൈവ് ഉണ്ട്, കൃത്യം 7 മണിക്കാണ്, എല്ലാവരും വരണം. ഈ ഒരു കഥ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. സോ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് സെഷനിൽ ഇതേപോലെ രസകരമായ കഥയായിട്ട് വരാം. നാളെ നമുക്ക് ഒരുപാട് കഥകളൊക്കെ പറയാനുണ്ട്. സോ നാളെ കാണാം, ബൈ.